കണ്ണൂർ തലശ്ശേരി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ പൊതുഗതാഗതത്തിന് പുതുജീവനേകാൻ പല വഴികളെന്ന വിഷയത്തിൽ സിംപോസിയം സംഘടിപ്പിച്ചു. കണ്ണൂർ ചേംബർ ഹാളിൽ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. കെഎസ്ആർടിസി പ്രിയദർശിനി യാത്രയിൽ പ്രൈവറ്റ് ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധിയിൽ മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് സിംപോസിയം പരിപാടി സംഘടിപ്പിച്ചത്. ആദ്യകാലത്ത് ജനങ്ങൾ പൂർണ്ണമെന്നോളം യാത്രാമാർഗമായി ആശ്രയിച്ചിരുന്നത് ബസ്സുകളെയാണ്. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതിയെന്നും കൂടുതൽ പേരും സ്വന്തം വാഹനം ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നതെന്നും സിംപോസിയം ഉദ്ഘാടനം ചെയ്ത് മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു. അന്ന് എന്ന് പറയുന്നത് എല്ലാവരും ആശ്രയിക്കുന്നത് ബസ്സിനെയാണ്, സ്വകാര്യ ബസ്സിനെയാണ്. അന്ന് നല്ല ഒരു മോശമല്ലാത്ത രീതിയിൽ കളക്ഷനൊക്കെ വന്നു ചേരാറുണ്ട്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് വീടുകളിൽ ഇന്ന് ജോലിക്ക് പോകുന്നവർ, എന്തിനധികം കോളേജിൽ പോകുന്ന കുട്ടികളടക്കം ടൂ വീലർ എടുത്തിട്ടാണ് പോകുന്നത്. എത്രയായാലും പാസ്സാണെന്നും കൂടി ഞാൻ പറഞ്ഞു വരുന്നത്, ജോലിക്ക് പോകുന്ന 90% ആളുകൾ എടുക്കുന്ന സ്വന്തം വാഹനം എടുത്തിട്ട് പോവുകയാണ്. ഒരു വീട്ടില് 3 ആള് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ 4 വാഹനം ഓടുന്നുണ്ട്. അതാണ് നമ്മുടെ നഗരത്തിന്റെയും നമ്മുടെ നാട്ടിന്റെയും നാട്ടുകാരുടെയും ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ആ തരത്തിലാണ്. ഇന്ന് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ കുറവാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയോട് വിയോജിപ്പില്ലെന്നും ഏകപക്ഷീയമായ നിലപാടാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ചതെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോപിച്ചു. കണ്ണൂർ വിഷൻ അവതാരകനും മുതിർന്ന മാധ്യമപ്രവർത്തകനുമായ നവാസ് മേത്തർ മോഡറേറ്ററായി. ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി മോഹനൻ, ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത്, വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ, താവം ബാലകൃഷ്ണൻ, ഹംസ എരിക്കുന്നൻ, എ കരീം, കെ ഗംഗാധരൻ, KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, ബസ് ഉടമ സംഘടനാ ഭാരവാഹികൾ, ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ.